എക്സൽ സെൻറ്ററിലെ എല്ലാ കൂട്ടുകാർക്കും ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നവ്യ ടെനിസൺ. ഞാൻ ചൈൽഡ് ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ചൈൽഡ് ലൈനിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്ത് വരുന്നു. ചൈൽഡ് ലൈൻ എന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ കൂടി 2 വാക്ക് ചൈൽഡ് ലൈനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കുട്ടികൾക്കായിട്ടുള്ള എമർജൻസി ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 1098 എന്നുള്ളത്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം വിഷമഘട്ടങ്ങളിൽ വന്നാൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ഈ സേവനം ഉപയോഗിക്കുക എപ്പോഴും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ ആയിരിക്കുന്നത് റെസീലിയൻസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ റെസീലിയൻസ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. റെസീലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ആർട്ട് ഓഫ് ബൗൺസിങ് ബാക്ക്. ഇപ്പോൾ ബൗൺസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ എന്താ വരുന്നത്? ഒരു ബോള് ബൗൺസ് ചെയ്യുന്നതാണ് അല്ലേ? എങ്ങനെയാണ് ഒരു ബോള് ബൗൺസ് ചെയ്യുന്നത്? നമ്മൾ എത്രത്തോളം ആഞ്ഞൊരു ബോൾ എറിയുന്നു, അത് അത്രയും സ്പീഡിൽ അത് ബൗൺസ് ചെയ്ത് പോകും. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. എന്തായാലും നിങ്ങൾക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഒരു കൊച്ചു ആനയുടെ കഥ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കണ്ണൻ എന്ന് പറയുന്ന ഒരു ആനയാണ്. ഈ ആന ഒരു സർക്കസ് കൂടാരത്തിലാണ്. നമുക്കറിയാം, നിങ്ങളെല്ലാവരും സർക്കസൊക്കെ കണ്ടിരിക്കും അല്ലേ? അപ്പോൾ അവിടെ ഒത്തിരി മൃഗങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആനയുണ്ടാവും, സിംഹവും അങ്ങനെ മറ്റു പക്ഷികളൊക്കെ അല്ലേ? അപ്പം ഈ കണ്ണൻ എന്ന് പറയുന്ന ആനയും ഈ കൂടാരത്തിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കൂടാരത്തിൽ പെട്ടെന്ന് തീ പിടിക്കുകയും ആ കൂടാരത്തിലുള്ള എല്ലാ ആൾക്കാരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ കണ്ണന് മാത്രം രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പെട്ടെന്ന് ഒരു ആനയെ മനസ്സിൽ കാണുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് എന്താണ്? ആ ആനയുടെ വലിയ ചെവികളും തുമ്പിക്കൈകളും വലിയ കൊമ്പും ഇതൊക്കെ നമുക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ആനയുടെ കാലുകളിൽ ഒരു ചങ്ങലയുള്ളതായിട്ട്. ഈ കണ്ണൻ്റെ കാലുകളിലും അന്ന് ചങ്ങല ഉണ്ടായിരുന്നു. ഈ ചങ്ങല ബന്ധിച്ചിരിക്കുന്നത് കാരണമാണ് കണ്ണനെ രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നത്. പക്ഷേ ഒന്ന് നമ്മൾ ഓർത്തു നോക്കൂ, ഈ ആനയ്ക്ക് എത്രത്തോളം ശക്തിയുള്ളതാണ് അല്ലേ? നിസ്സാരമായി തടി വലിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ആന. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ആന തന്നെ വിചാരിക്കുകയാണ്, ഈ ചങ്ങലകൾ എനിക്ക് പൊട്ടിച്ചെറിഞ്ഞ് ഓടാൻ സാധിക്കില്ല, എനിക്ക് ഈ ഒരു ചങ്ങലയുള്ളത് കാരണം ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത ഈ ആനയ്ക്ക് ഉണ്ടാകുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്കുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ അറിയാതെ തളർന്നു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ റെസീലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും അവയെ ധൈര്യമായിട്ട് നേരിടുക, അതിനെ എങ്ങനെ നേരിടാം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോൾ ബൗൺസ് ചെയ്യുന്ന പോലെ ബൗൺസ് ബാക്ക്. നമ്മൾ എന്ത് തന്നെ വന്നാലും അത്ര തന്നെ നമ്മളിൽ തന്നെ ഉണ്ട് നമ്മുടെ സ്ട്രെങ്ത്. അപ്പോൾ ആ സ്ട്രെങ്ത് ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് ഫേസ് ചെയ്ത് വരണം. നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ കോവിഡ് എന്ന സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഈ കോവിഡ് നമ്മളെല്ലാവരെയും തളർത്തിയിരിക്കുകയാണ്. നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു കോവിഡ് കുറിച്ചിട്ട്. ലോകമെമ്പാടും ലോക്ക്ഡൗൺ ആവുന്നു. അങ്ങനെ ഒത്തിരി കുട്ടികളായ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഈ കോവിഡ് മൂലം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, അതിൽ കുട്ടികളായ നിങ്ങളുടെ കാര്യം, അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ കോവിഡ് കാരണം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ ചില മാറ്റങ്ങളൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്.
എങ്കിൽ കൂടി നമുക്ക് ഈ കോവിഡ് എന്ന് പറഞ്ഞ് നമുക്ക് പേടിച്ച് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ ഈ ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ നമ്മൾ ആ സ്ട്രെങ്ത് എന്താണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ കണ്ണൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആ ആനയ്ക്ക് അറിയില്ല ആനയുടെ ശക്തി എന്താണ്. പക്ഷേ ഒരുപക്ഷെ ഈ കണ്ണൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ചങ്ങല പൊട്ടിച്ച് ഓടിയിരുന്നെങ്കിൽ അവന് തൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിഞ്ഞ് ആ സ്ട്രെങ്ത്തിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്, അതാണ് ആദ്യത്തെ ഒരു സ്കില്ല് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതെന്ന് പറയുന്നത്, നമ്മൾക്ക് എപ്പോഴും ജീവിതത്തിൽ പലതരം പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷെ അവയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നേരിടുക എന്നുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് എന്ന സിറ്റുവേഷൻ അതൊരു കാര്യം. ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷയിൽ നമുക്ക് ഉണ്ടാവുന്ന തോൽവിയായിരിക്കാം. ചിലപ്പോൾ നമ്മൾക്ക് വിചാരിക്കുന്നത് പോലെ പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പലതരം സിറ്റുവേഷൻ നമ്മളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് മാറാതെ മുന്നോട്ട് പോകാം. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഇമോഷൻസ് എന്ന് പറയും. നമ്മൾക്ക് എല്ലാവർക്കും പലതരം വികാരങ്ങളുണ്ട് അല്ലേ? നമ്മൾ സന്തോഷം വരുമ്പോൾ ചിരിക്കും, സങ്കടം വരുമ്പോൾ കരയും, തമാശകൾ പറയും. ഇതെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഓരോ ഇമോഷൻസാണ്. അപ്പോൾ ഇപ്പോൾ സങ്കടം വരുമ്പോൾ കരയുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരം വിഷമങ്ങളൊക്കെ വരുമ്പോൾ ചിലവരുണ്ട് ഈ വിഷമങ്ങൾ വരുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കും, മറ്റാരോടും അവർ ഷെയർ ചെയ്യാതെ അത് സ്വയം അങ്ങ് അതിനെ ഉൾക്കൊള്ളും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടെങ്കിലൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം. അപ്പോൾ സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതാണ് ഇമോഷണൽ. നമ്മളുടെ എന്ത് വികാരമാണെങ്കിലും, ഇപ്പോൾ അമിതമായിട്ടുള്ള ദുഃഖമാണെങ്കിലും അമിതമായിട്ടുള്ള സന്തോഷം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് നേരിടുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തതാണ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. എപ്പോഴും നമ്മൾ എന്ത് സാഹചര്യം വന്നാലും നമ്മുടെ പ്രവൃത്തി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചെന്ന് വരാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മൾ ആരോടാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്, നമ്മളെ തന്നെ ഒരു കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി അടുത്ത കാര്യമാണ് സോഷ്യൽ സപ്പോർട്ട്. അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുണ്ടാകാം. അപ്പോൾ എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ ഒരു ഹെൽപ്പ് ആവശ്യം വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചൈൽഡ് ലൈൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ സംവിധാനമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചൈൽഡ് ലൈനിൽ വിളിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഇനി അടുത്തതാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവരുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കുന്നതായിട്ട്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും ആ പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ജീവിതത്തിലുള്ള നല്ല നിമിഷങ്ങളെ നല്ലതായിട്ട് അത് ആഘോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ ആ മൊമെൻറ്റിൽ അത് പ്രസൻ്റായിട്ട് ആഘോഷിക്കുക എന്നുള്ളത്, അതാണ് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് സെൽഫ് ബിലീഫ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണത്. നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക. എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ അതിന് കഴിവുള്ളതാണ്, എനിക്ക് എൻ്റേതായ ഒത്തിരി കഴിവുകളുണ്ട്, അപ്പോൾ അതിനെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി ആരൊക്കെ തന്നെ എന്നെ തളർത്തിയാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം. അത് നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമ്മളത് വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് എബിലിറ്റി ടു പ്രോബ്ലം സോൾവ്. അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആരെങ്കിലേക്ക് സഹായം തേടുക. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ നടക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ ആ സാഹചര്യമായി പൊരുത്തപ്പെട്ട് ചിലപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വരുമായിരിക്കും. എങ്കിലും അത് നല്ലതിനാണ് എന്ന് കരുതി ആ ഒരു പ്രത്യേക സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൽസാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തത് നമുക്ക് എന്ത് കാര്യവും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത, നമ്മുടെ ആ ജീവിതത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്ത് വിഷമമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തതാണ് നമ്മുടെ കൺട്രോൾ ചെയ്യുക. നമ്മളെ തന്നെ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിന് ഒരു കൺട്രോൾ വരുത്തുക എന്നുള്ളത്. ഇനി അടുത്തത് സോഷ്യൽ സപ്പോർട്ട്. നമ്മൾക്കുള്ള സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് ചിലപ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ അത്തരം ഹെൽപ്പൊക്കെ നമ്മൾ തേടുക എന്നുള്ളത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഓരോ എന്ത് തരം ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യമായിട്ട് അല്ലേ, നമ്മളെല്ലാവരും മാസ്ക് ധരിക്കുന്നു, കൈ കഴുകുന്നു, വീടുകളിലായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിന് നമ്മൾ എന്താണ് അതിന് പരിഹാരം വേണ്ടതെന്ന് ആലോചിച്ച് നമ്മളതിന് വേണ്ടുന്ന ആക്ഷൻ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന സ്കിൽസ്. ഇനി അടുത്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലേ, ഇപ്പോൾ കാറ്റത്ത് മരങ്ങൾ ആടി ഒലയുന്നത് നിങ്ങൾ കണ്ടുകായിരിക്കും അല്ലേ. ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കാറ്റ് വരുമ്പോൾ ഈ മരം നേരെ തന്നെ നിൽക്കുകയാണ്, കാറ്റത്ത് ഇങ്ങനെ ചായ അത് നേരെ തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മരം ഒടിഞ്ഞു പോയെന്ന് വരാം അല്ലേ. അപ്പോൾ ഇത്തരം ചായ്വുകൾ അല്ലേ. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് വേണ്ടി വരും, നമ്മൾക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി വെച്ച് ചിലപ്പോൾ ഒന്ന് സഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ സ്കൂളിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്കുള്ള ഇത് വെച്ച് വീട്ടിൽ തന്നെ കളിക്കാനും ഒക്കെ നോക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഈ ഒരു റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒത്തിരി ബോളുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ബോളുകളിൽ ഇപ്പോൾ ആ ഒരു റെഡ് ബോളൊന്ന് പതുക്കെ ഒന്ന് അനങ്ങിയാൽ ബാക്കി എല്ലാ ബോളുകളും അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ ആ സ്കിൽസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതുപോലെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഏതാണ്, ഇപ്പോൾ ആ റെഡ് ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണെന്നിരിക്കും. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളെ പിന്തുണയ്ക്കാനായിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. അതുപോലെ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റിയില്ലെന്ന് വരാം. എങ്കിൽ കൂടി പിന്നെയും ട്രൈ ചെയ്യുക. ഒരിക്കലും ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിയതിട്ട് പിൻവാങ്ങരുത്, പിന്നെയും ട്രൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ആദ്യം പഠിച്ച രീതി ഒന്ന് മാറ്റി വേറെ മറ്റൊരു രീതിയിലൂടെ പഠിച്ചു നോക്കുക. ചിലപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് വിജയത്തിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ പഠന പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് മറ്റൊരു രീതിയിലൂടെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കോൺഫിഡൻസ് വേണം. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നമുക്കറിയാം ഹോപ്പ് എന്ന് പറയുന്ന എന്താണ്, പ്രതീക്ഷ അല്ലേ. അപ്പോൾ ഈ ഹോപ്പ് എന്നുള്ളതിന് ഓരോ അക്ഷരങ്ങളെയും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഹോപ്പിലെ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ്. അതായത് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യം വന്നാൽ നമ്മളത് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുക.
അതാണ് ഹെൽപ്പ് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓ ഫോർ ഓപ്പൺനെസ്, അതായത് ഷെയർ ചെയ്യുക. എന്ത് തന്നെ ആയാലും നമ്മൾക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളായിക്കോട്ടെ, നമ്മൾക്കുള്ളത് എന്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ പി എന്ന് ഉദ്ദേശിക്കുന്നത് പെർസീവറൻസ്, അതായത് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ശ്രമിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അത് വിജയിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങാതെ പിന്നെയും പിന്നെയും അതിനുവേണ്ടി ശ്രമിച്ചു നോക്കുക, ട്രൈ ആൻഡ് ട്രൈ അഗെയിൻ. അപ്പോൾ ഒരു പ്രാവശ്യം ശ്രമിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ശ്രമിക്കാൻ നോക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തതാണ് ഈസ്, അതായത് ഫ്ലോ ലൈക്ക് വാട്ടർ. അതായത് നമുക്കറിയാം ഈ വെള്ളം ഒഴുകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ വെള്ളം വളരെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടാണ് ഒഴുകി പോകുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ഫ്ലോ ഇതിലെ ഒരു വെള്ളം ഒഴുകുന്നത് പോലെ ശാന്തമായി. പക്ഷെ ചില സമയത്ത് നമുക്കറിയാം ഈ വെള്ളം എന്താണ് ഈ കടലെരുമ്പെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെയാണ് ചില സമയത്ത് റഫായിട്ട് വരും, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തമായൊരു സ്വഭാവം കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക എന്നുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ചാലഞ്ച് എന്താണ്, അത് ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഈ ഒരു ഹോപ്പ് മോഡൽ, അതായത് ഈ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, ഹെൽപ്പാണോ വേണ്ടത്, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളുടെ വിഷമം പങ്കുവെക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഈസ്, അതായത് ഫ്ലോ ലൈക്ക് വാട്ടർ, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ഹോപ്പ് മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതുപോലെ തന്നെ ഇതൊന്ന് വായിക്കാൻ ശ്രമിച്ച് നോക്കിക്കേ. ഇവിടെ എഴുതിയേക്കുന്ന വാക്കുകൾ, അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വായിക്കാനിടയത്, ഓപ്പർച്യൂണിറ്റി ഈസ് നോ ഹിയർ എന്നുള്ളത്. കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു വാക്ക് സെൻറ്റൻസ് അതിൽ നിന്ന് കാണാൻ സാധിച്ചെന്ന് വരാം. മറ്റു ചിലർക്ക് ഇങ്ങനെയും കണ്ടെന്ന് വരാം, അതായത് ഓപ്പർച്യൂണിറ്റി ഈസ് നൗ ഹിയർ എന്നുള്ളത്. ഇത് രണ്ടും വ്യത്യാസമുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന കാഴ്ചപ്പാടാണ് ഇവിടെ അറിയുന്നത്. ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലോട്ട് കാണിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നേരത്തെ കണ്ടത് എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് നോവർ, ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സാധ്യതകളുണ്ട്, പക്ഷെ ആ സാധ്യതകൾ എന്താണെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ആ സാധ്യതകളിൽ തേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു റോൾ മോഡലിലേക്ക് സ്വീകരിക്കാം. അതായത് ഇപ്പം എബ്രാഹിം ലിങ്കനോ അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ, അവരെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഹാർഡ്ഷിപ്സ്, അതായത് ഒത്തിരി കഷ്ടതകളോടെ കടന്ന് അല്ലെങ്കിൽ ഒത്തിരി തോൽവികളെ വിജയിച്ച് വന്നവരാണ്. അപ്പോൾ നമ്മൾ ആരുടെ ഇപ്പോൾ ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം, ആരും അത്ര സുഖകരമായിട്ട് വിജയത്തിലെത്തിയവരല്ല. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും ഒരു കഠിനാധ്വാനമുണ്ട്. ഇപ്പോൾ സച്ചിൻ്റെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ ഒത്തിരി എന്താണ് പരിശീലിച്ചതിന് ശേഷമാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പഠനത്തിലും ഇതുപോലെ ഒത്തിരി സമയം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒരു നിങ്ങളുടെ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുക, ആരാണ് ഐ ആം ഡാഷ്. ഈ ഒരു ഡാഷ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഐ ആം ഡാഷ് എന്താണ് നിങ്ങൾ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഐ ആം ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്ത് വേർഡാണ് നിങ്ങൾക്ക് അവിടെ ഓർമ്മ വരുന്നത്? അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ നമ്മളെ താരതമ്യപ്പെടുത്തലുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരുന്നു വരാം. അപ്പോൾ ഇത്തരം താരതമ്യപ്പെടുത്തൽ അല്ലേ, ചിലപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള തന്നെ ഒരു താരതമ്യപ്പെടുത്തലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തോന്നും, അയ്യോ ഞാൻ അത്ര മിടുക്കനല്ല, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി പോയി എന്നുള്ളൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് കടന്നു വരും.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ താഴ്ത്തുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഇനി ഒരിക്കലും നന്നാവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം നോട്ട് പെർഫെക്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരിക്കലും നന്നാവാൻ പറ്റില്ല എന്നുള്ള ചിന്തയാണോ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. അതായത് നമ്മുടെ ഇപ്പം ഫിംഗർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളുണ്ട് അല്ലേ? പക്ഷേ ഈ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരാൾക്ക് പോലും ഒരേ ഫിംഗർ പ്രിൻ്റ് ഇല്ല. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടനുള്ള കഴിവായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് തന്നെ നിങ്ങളെയൊക്കെ കമ്പയർ ചെയ്തൊക്കെ പറയുമായിരിക്കും പല രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ നിങ്ങൾ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ തളരരുത്. എപ്പോഴും നിങ്ങളോട് തന്നെ പറയുക, ഞാൻ യുണീക്കാണ്, എനിക്ക് എൻ്റേതായ കഴിവുകളുണ്ട്, അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ വിചാരിച്ചാൽ എനിക്ക് നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ പ്രശ്നങ്ങളും എന്ന് നിങ്ങളോട് തന്നെ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ആം സ്ട്രോങ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത്തരം ഇപ്പോൾ നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ വരുമ്പോൾ എപ്പോഴും നിങ്ങളത് പറയാം, ഇല്ല ഐ ആം സ്ട്രോങ്, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ വിഷമം വരുന്ന ഘട്ടങ്ങളിൽ ഇല്ല, ഞാൻ സന്തോഷം ഇതിലോട്ട് വരും, അല്ലെങ്കിൽ അപ്പോൾ അത്തരം നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഐ ആം യുണീക്ക് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു റെസിലിയൻസിലൊക്കെ, അതായത് നമ്മൾക്ക് തിരിച്ച് ബൗൺസ് ചെയ്യാനായിട്ട്, നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് ബൗൺസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചിന്തകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ, നോബഡി ഈസ് പെർഫെക്റ്റ്. ഇന്ന് ആരെയൊക്കെ എടുത്ത് നോക്കിയാലും ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളും, ഈവൻ എനിക്കും ചിലപ്പോൾ ചെറിയ കുറവുകളും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പെൻസിലിൻ്റെ പുറകിൽ റബ്ബർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ എഴുതുന്നത് തെറ്റിപ്പോകുമ്പോൾ നമ്മൾ മായ്ച്ചു കളയാം അല്ലേ? അപ്പോൾ അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടേതായ ഫോൾട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ഫോൾട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാന്നുള്ളത്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തന്നെ പിന്നെയും ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ തെറ്റുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ആ തെറ്റിനെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്ട്രെസ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിഷയങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലാതെ സ്ട്രെസ്സ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടോ, അതുകൊണ്ടാണോ എനിക്കിപ്പോഴത്തെ ഈ ഒരു സ്ട്രെസ്സ് വരുന്നത്? അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക ആദ്യം. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ വീടിനകത്തുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലുള്ള പ്രശ്നമോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മളൊരു പ്രോബ്ലമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആ ജീവിതത്തിൽ നമുക്ക് എന്നും അത് സോൾവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതെന്നും പ്രോബ്ലമായിട്ട് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമ്മുടെ ചിലപ്പോൾ കൊച്ചു പ്രശ്നങ്ങളായിരിക്കാം, അത് നമ്മൾ ഈ പറയുന്ന ആരുടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുത്ത് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കില്ല. ജീവിതമാകുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ ഒരു എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ നമ്മൾ വിഷമിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ്. ഒരാൾക്ക് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളുള്ളത്, ലോകത്തിലുള്ള എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡിഫിക്കൽട്ടി എന്നുള്ളത് അതിനെ ഫേസ് ചെയ്യുക, ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. ഇതെല്ലാം ഒരു നോർമൽ ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. അതുപോലെ നിങ്ങൾ കണ്ടു കാണുമല്ലേ, ഇപ്പോൾ ചില സമയത്തൊക്കെ ജീവിതത്തിൽ വളരെ നിരാശ തോന്നുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വന്നു തരാം. അപ്പോഴൊക്കെ നമ്മൾ ഈ നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ ഒന്ന് ഇടയ്ക്ക് നോക്കി നോക്കുക അല്ലേ?
വൃക്ഷങ്ങളുടെ ഇല കൊഴിയുന്ന കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ചിലപ്പോൾ വൃക്ഷത്തിലുള്ള എല്ലാ ഓരോ ഇലകളും കൊഴിഞ്ഞു വീഴുന്നതായിട്ടാണ്. പക്ഷേ ആ സമയത്ത് നമുക്കറിയാം വൃക്ഷങ്ങളെ കാണാനൊരു ഭംഗിയില്ല അല്ലേ? പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നല്ല പച്ച കളർ അല്ലെങ്കിൽ ഇളം പുതിയ ഇലകൾ വരുന്നതായിട്ട് കാണാം. അപ്പൊ എന്തൊരു ഭംഗിയാണ് ആ മരങ്ങളെ കാണാനായിട്ട്. പക്ഷേ ഇവിടെ ആ ഒരു മരത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു നഷ്ടം അവർക്ക് ഉണ്ടായി അല്ലേ? പക്ഷെ അത് കഴിഞ്ഞ് നല്ലൊരു കാലം വന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എപ്പോഴും ഇപ്പൊ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ഇതിപ്പോ കുറച്ച് നാള് നമ്മൾ ഇതിന്റെയൊക്കെ വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്. പക്ഷെ ഇത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരും. അപ്പൊ ആ ഒരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ വേണം. അപ്പൊ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു പഠനമാണോ അല്ലേ? ആ ഒരു റോഡിന്റെ ടാറാണ്, പുള്ളിയിൽ നിന്ന് എത്ര മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് മുളച്ചു വരുന്നത് നോക്കി. അപ്പോൾ നമുക്കറിയാം ഒരു ചെടിക്ക് വളരണമെങ്കിൽ അതിന് നല്ല വളം വേണം, അല്ലെങ്കിൽ നല്ല മണ്ണ് വേണം അല്ലേ? പക്ഷെ എന്നിട്ടും ഇവിടെ ഈ ഒരു ടാറിന്റെ ഇടയിൽ നിന്നാണ് ഒരു ചെടി മുളച്ചു വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾക്ക് വിഷമം തരുന്നതായിരിക്കും. എങ്കിൽ കൂടി നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറച്ച തീരുമാനം. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത്, അതിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റേ സ്കൂളിലൊക്കെ ആയിരുന്നു നിങ്ങൾ കളിക്കാനൊക്കെ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വീട്ടിലായിരിക്കും ആണെങ്കിൽ കൂടി നിങ്ങൾ കുറച്ച് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാനും, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറക്കം, അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ആകുമ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിനെ തളർത്തിക്കളയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, എങ്കിലും അതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ അത് നമ്മളൊരു വലിയൊരു ചേഞ്ചിലോട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ശാന്തമായിട്ട് അല്ലെങ്കിൽ ശാന്തമായൊരു മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റീസ് ഇപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വീട്ടിലുണ്ട്. അപ്പം മാതാപിതാക്കളോടൊക്കെ ഒപ്പം അല്പനേരം ഇരുന്ന് കളിക്കുകയും നിങ്ങളുടെ സഹോദരങ്ങളോടൊക്കെ കളിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം അവരോടൊക്കെ തുറന്ന് സംസാരിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു മനസ്സിനൊരു റിലാക്സേഷൻ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുകയോ, ഇപ്പോൾ മിക്ക കുട്ടികളുടെയും ഇതെന്ന് വെച്ചാൽ എപ്പോഴും അവർ ഫോണിലോ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മിക്ക കുട്ടികളും ചെയ്തു വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി കുറച്ച് സമയം നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഒത്ത് സംസാരിച്ച് അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അത് ഊർജം നൽകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നേരം പാട്ട് കേൾക്കുക, അതല്ലെങ്കിൽ വീട്ടിന് ചുറ്റുമുള്ള എന്തെങ്കിലും ചെടി അല്ലെങ്കിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുക. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് അതെന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ എന്താണ് ആ സ്ട്രെങ്ത്ത് അതെല്ലാവരും ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത്തുകളുണ്ട്. പലപ്പോഴും നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണോ, എനിക്ക് എല്ലാ കുറവുകളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വരാറ്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവുകളെ എനിക്ക് എങ്ങനെ കൂടുതൽ ഊർജ്ജപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ടിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം, ദുഃഖം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുന്ന ഒരു മൊമെൻറ്റ് നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിൽ നിങ്ങളുടെ സങ്കടം വന്നപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അത്തരം നമ്മൾ ഒരാളോട് തുറന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിന് നമുക്ക് റിലീഫ് തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ഒരു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് എപ്പോഴും നമ്മളൊരു താങ്ക്സ്, നമുക്ക് ഒരാൾ ഒരു നന്മ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അവരോട് കരുണയായിരിക്കും, അല്ലെങ്കിൽ അവരോട് താങ്ക്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുക എപ്പോഴും.
നിങ്ങൾക്ക് അർത്ഥവത്തായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അതായത് എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് വെച്ചാൽ അതിനു വേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുക. ചിലപ്പോൾ ഈയിടെ ഞങ്ങൾ ചൈൽഡ് ലൈനിൽ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുകയുണ്ടായി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ കുട്ടികൾ അവർ വീട്ടിൽ ഈ ഒരു കോവിഡ് സമയത്ത് അവർ ചെയ്ത ആക്ടിവിറ്റീസ് എന്തെന്നൊക്കെയാണെന്ന് ചോദിച്ചപ്പം അവർ ഒത്തിരി പേര് കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയതായിട്ട് കാണിച്ചു. കുറേ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തതായിട്ടും പേപ്പർ ക്രാഫ്റ്റ്, അതുപോലെ വേസ്റ്റ് വന്ന് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കുക, അങ്ങനെ ഒത്തിരി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തന്നെ. ഇപ്പോൾ ചിലർ നല്ലോണം വരയ്ക്കാൻ അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് അറിയുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് ആ കഴിവുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്തരം മീനിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മളെ തളർത്തുന്ന ചിലപ്പോൾ ചിന്തകൾ കയറി വരാം. അപ്പോൾ അത്തരം ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട്, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഒരു കെയറിങ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും ഇടയ്ക്കൊക്കെ ഇപ്പോൾ നേരത്തെയൊക്കെ കല്യാണങ്ങളോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു അല്ലേ? ഇപ്പോൾ എന്തായാലും ആർക്കും ഒരു ആഘോഷമോ അങ്ങനെയൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക അല്പനേരം. അവർക്ക് സുഖമാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ ഹെൽപ്പ് ആരിൽ നിന്നൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിവ് ലഭിക്കുമ്പോൾ അതൊക്കെ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഉള്ളവരോടായാലും നിങ്ങളുടെ ബന്ധുക്കളോടൊക്കെ ആയാലും ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ വിചാരിച്ചാൽ എന്തും പോസിബിൾ ആകും. ഇമ്പോസിബിൾ എന്നുള്ളത് വാക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. ഞാൻ വിചാരിച്ചാൽ എനിക്ക് പോസിബിൾ ആണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങളോട് ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതല്ല, ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 1098 എന്നുള്ള ഈ നമ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ത് തരം വിഷമഘട്ടങ്ങളിൽ വന്നാലും, ഇപ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ആരുടെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം എന്ന് എപ്പോൾ തോന്നുവാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾ ഓരോ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.